തുടക്കത്തിൽ തന്നെ ആ പ്രിൻസിപ്പാൾ ചോദിക്കുന്നത് കേട്ടോ, നീ ആ മാഷിനോട് എന്താ കാണിച്ചതെന്നാ ചോദിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് സാറേ. ഈ സ്വഭാവം എവിടുന്ന് വന്നു? വീട്ടിൽ നിന്ന് അല്ലേ? ഇതൊക്കെ വളർത്തുദോഷമാണ്, വളർന്നു വന്ന ചുറ്റുപാടിൻ്റെയാണ്. അതേക്കുറിച്ച് പറയാവേ. ആ പയ്യൻ പറഞ്ഞു കേട്ടോ, നോട്ട് ദി പോയിന്റ്. ഒന്നുകൂടെ കേൾപ്പിക്കാം. ആ പയ്യൻ പറഞ്ഞത് കേട്ടായിരുന്നോ? എന്നെ ഇതിനുള്ളിൽ ഇരുത്തി മെൻ്റൽ ഹരാസ്മെൻറ്റ് ചെയ്തെന്ന് ഞാൻ പറയുമെന്ന്. ഓർത്ത് നോക്കി. അപ്പോൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി, അതായത് അധ്യാപകരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ വീഡിയോ എടുത്തത്. ഈ വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ച് നോക്കി. ഇവൻ ചിലപ്പോൾ പല സമയത്തും ഇതുപോലത്തെ പരിപാടികൾ കാണിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് അവരവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു വീഡിയോ എടുത്ത് വെച്ചു. ഒന്ന് ചിന്തിച്ച് നോക്കി. ഈ പയ്യൻ പുറത്ത് പോയിട്ട് പറയുകയാണ്, എന്നെ ഇതുപോലെ മെൻ്റൽ ഹരാസ്മെൻറ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ പറയുക. ഉടനെ ബാലാവകാശ കമ്മീഷനായി, പ്രശ്നങ്ങളായി, അധ്യാപകർക്ക് സസ്പെൻഷനായി, എന്തൊക്കെ ബഹളമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. എന്തെങ്കിലും പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ കൊന്നു കളയും പോലും. ഒന്ന് ചിന്തിച്ചു നോക്കി ഈ ചെറുക്കൻ്റെ ഒക്കെ മാനസികാവസ്ഥ എന്താണെന്ന്. ഇവൻ ഇങ്ങനെയാണെങ്കിൽ, ഇവൻ ഈ സ്കൂളിൽ ഇങ്ങനെയാണെങ്കിൽ അവൻ്റെ വീട്ടിലെ അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കി. ഈ പയ്യൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിനാണല്ലോ ഇവൻ ഈ കിടന്നുകൊണ്ട് വെപ്രാളവും പരവേശവും കൊന്നു കളയുമെന്നും ഒക്കെ പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഞാൻ ഇതിൻ്റെ നിയമവശത്തെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല. എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായത്തിൽ ഇവൻ്റെ മൊബൈൽ ഫോൺ കൊടുക്കുന്നതിന് മുമ്പ് അത് മൊത്തം ഒന്ന് പരിശോധിക്കണം. പറ്റുവാണെങ്കിൽ സൈബർ സെല്ലൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ പയ്യൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് 100% വളർത്തുദോഷം തന്നെയാണ്. അവൻ വളർന്നു വന്ന ചുറ്റുപാടിൻ്റെ തന്നെയാണ് അല്ലേ? അല്ലെങ്കിൽ പിന്നെ എല്ലാ കുട്ടികളും ഇങ്ങനെയല്ലല്ലോ. അവിടെ എത്രയോ കുട്ടികൾ പഠിക്കുന്നുണ്ടായിരിക്കാം, അവരൊന്നും ഇങ്ങനെയല്ലല്ലോ. അപ്പോൾ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ ഗുണം തന്നെയാണ് ഈ വളർത്തുദോഷം എന്ന് പറയുമ്പോഴേ നമ്മളിൽ പലർക്കുള്ള അനുഭവം തന്നെയാണ്. അതായത് ചില മാതാപിതാക്കൾ അവരുടെ കുട്ടികളുമായിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഈ പിള്ളേർക്ക് മുതിർന്നവരെന്നോ ചെറിയവരെന്നോ ഒന്നുമില്ല. മുതിർന്നവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വായിൽ നിന്ന് വീഴുന്ന വർത്താനം, പച്ചത്തെറി എന്ന് പറഞ്ഞാൽ ഭയങ്കര തെറിയായിരിക്കും ഈ പിള്ളേരുടെ വായിൽ നിന്ന് വീഴുന്നത്. പോരാത്തതിന് കൈ കിട്ടുന്നതൊക്കെ വെച്ച് ചിലപ്പോൾ നമുക്കിട്ട് നല്ല ഏറൊക്കെ എറിയും. ഈ മാതാപിതാക്കൾ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഈ സൈഡിൽ നിന്നുണ്ട് ഇങ്ങനെ ഇളിച്ചോണ്ട് നിൽക്കും. എൻ്റെ കൊച്ചിൻ്റെ കുസൃതി കണ്ടോ എന്ന് ഈ ചോദിച്ചാണ്. ആദ്യം അവന്മാർക്കിട്ട് വേണം 2 കൊടുക്കാൻ. മാതാവിനിട്ടും പിതാവിനെ അങ്ങോട്ട് മാറ്റി ഒരൊറ്റ ഒരെണ്ണം കൊടുക്കാൻ തോന്നുന്നു ചില സമയത്തെ. കൊച്ചിനെ വളർത്തി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണോടാ എന്നൊക്കെ ചോദിക്കാൻ തോന്നുന്നു. പിന്നെ എന്ത് ചെയ്യാനായിട്ടാ, നമ്മൾ മിണ്ടാതെ അങ്ങോട്ട് ഇരിക്കും. അപ്പം ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നതാണ് ഇതുപോലുള്ള ഐറ്റങ്ങൾ. ഇവനൊക്കെ വളർന്നു വന്നു കഴിയുമ്പം ഈ സമൂഹത്തിന് തന്നെ ഒരു വലിയ ബാധ്യതയായി മാറിയിട്ടുണ്ടാവും. ചാണക്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പിള്ളേരെ ഒരു 5 വയസ്സ് വരെ ലാളിക്കണം. 5 വയസ്സിന് ശേഷം ഒരു 10-15 വയസ്സ് വരെ ഇവർ കാണിക്കുന്ന തെറ്റുകൾക്കെല്ലാം ഇവരെ ശിക്ഷിക്കണം. അതിനുശേഷം ഇവരെ സുഹൃത്തുക്കളായി കാണണം എന്നാണ് പറയുന്നത്. കറക്റ്റ് കാര്യമല്ലേ? അതായത് ഒരുമാതിരി പ്രായമായി കഴിഞ്ഞാൽ, അതായത് തന്നോളമായി കഴിഞ്ഞാൽ താനെന്ന് വിളിക്കണം എന്ന് പറയുന്ന പോലെ ആ സമയത്ത് സുഹൃത്തുക്കളായിരിക്കണം. അല്ലാതെ കണ്ട് കുഞ്ഞിലെ തൊട്ട് എപ്പോഴും നമ്മൾ അവരുടെ കാര്യത്തിനെല്ലാം വളം വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ വീഡിയോയിൽ ഒരു പയ്യനെ കണ്ടില്ലേ, ആ സ്വഭാവമായി മാറും. അതായത് ഒരു കോൺക്രീറ്റ് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ എടുത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലോട്ടാക്കിക്കണം. അല്ലെങ്കിൽ അത് അവിടെ നിന്ന് സെറ്റായി പോവും. ഇനി നമുക്ക് അധ്യാപകരുടെ കാര്യത്തിലേക്ക് വരാം. നമ്മളും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് അധ്യാപകരുണ്ടായിരുന്നു. നല്ല അടി എന്ന് പറയുന്നത് നല്ല തോട്ടക്കെട്ട് നല്ല സൂപ്പർ അടി കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്നും പറഞ്ഞുകൊണ്ട് അവരോട് യാതൊരു ബഹുമാനക്കുറവും ഇന്നേ വരെ കാണിച്ചിട്ടില്ല. ഇപ്പോഴും എന്നെ പഠിപ്പിച്ച സാർമാരെ കാണുമ്പോഴത്തേക്ക് നമ്മളെ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിലും അങ്ങോട്ട് പോയിട്ട് വിളിക്കും, സാറേ ഇന്ന പോലെ എന്നെ ആളാണേ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പരിചയപ്പെടും. പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്. ഇപ്പം പിള്ളേരെ തല്ലിയെന്നും പറഞ്ഞ് ഈ പിള്ളേർ പോയി വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടനെ നേരെ സ്കൂളിലോട്ട് കയറി വരും, ആരാ എൻ്റെ കൊച്ചിനെ തല്ലി പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു. പണ്ട് നേരെ തിരിച്ചായിരുന്നേ. വീട്ടിൽ ചെന്ന് പറയും, സാർ എന്നെ തല്ലിനെങ്ങാനും പറഞ്ഞോണ്ടല്ലോ വീട്ടിൽ നിന്നും കിട്ടും. അതായത് സാറ് നിന്നെ ചുമ്മാ തല്ലത്തില്ലല്ലോ, നീ പഠിക്കാഞ്ഞിട്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നല്ല കീറ് അവിടെ നിന്നും കിട്ടും. അതുകൊണ്ട് മിണ്ടാതെ ഉരിയാടാതെ ആ കിട്ടിയത് മേടിച്ചുകൊണ്ട് വീട്ടിൽ പോവുക. പിറ്റേ ദിവസം മര്യാദയ്ക്ക് പഠിച്ചിട്ട്
ക്ലാസ്സിൽ പോവുക, ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എടാ നിന്നെ ഉണ്ടല്ലോ, നിന്നെ പ്രിൻസിപ്പാൾ വിളിക്കുന്നുണ്ട് കേട്ടോ, തീർന്ന്. ഒന്ന് ഓർത്ത് നോക്കിയാൽ പ്രിൻസിപ്പാളൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും വിളിപ്പിക്കത്തില്ല. ഈ വീഡിയോയിൽ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അന്നത്തെ കാലത്തെ പെട്ടെന്ന് നിന്നെ പ്രിൻസിപ്പാൾ വിളിച്ച്, അയ്യോ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ടിങ് ടിങ് കിട്ടിക്കോളും, തീർന്ന് തല കറങ്ങി വീണ് അത് ചിലപ്പോൾ അവിടെ കിടന്ന് മരിക്കും. അതായിരുന്നു അന്നത്തെ അവസ്ഥ. പിന്നെ പണ്ടത്തെ അധ്യാപകരുടെ കാര്യം പറയുമ്പോഴത്തേക്കും മൊത്തം പോസിറ്റീവ് മാത്രമല്ല കേട്ടോ, നെഗറ്റീവും ഉണ്ട്. ഇന്നത്തെ കാലത്ത് പഠിക്കുവല്ലാത്ത പിള്ളേരെ നിന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളത്തില്ല, നീയൊക്കെ വല്ല വാടത്തം പറമ്പിലെ കിളക്കാനോ നിന്നെ കൊണ്ടൊക്കെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് നെഗറ്റീവ് അടിപ്പിച്ച് ഏറ്റവും പുറകെ കൊണ്ടിരുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം എല്ലാവർക്കും ഒരേ ബുദ്ധി അല്ലല്ലോ, IQ ലെവൽ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ അവനെയും കൂടെ ആ ലെവലിലോട്ട് കൊണ്ടുവരാൻ ഒത്തില്ലെങ്കിലും അവനെ ഒന്ന് പാസ്സാക്കി എടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ ഒരു പരിഗണനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർക്ക് പഠിക്കുന്ന പിള്ളേരെ മാത്രം ശ്രദ്ധിക്കുക, അവർക്ക് മാത്രം സ്നേഹം കൊടുത്ത് കണ്ണേ പൊന്നെ കരള എന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെ നിർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു.